ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലെ ബ്ലെസ്സിങ് എന്താണ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലെ ബ്ലെസ്സിങ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്തെന്ന് നോക്കാം. ഓക്കെ, റിലേഷൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആക്ഷനും എടുക്കാൻ വയ്യാതെ നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻ സംബന്ധമായി കൂടുതൽ പെയിൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷൻ, അത് ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു സപ്പോർട്ടിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. ഇത് ഏതൻ തോട്ടത്തിലെ ഒരു സ്റ്റോറിയാണ്. സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബ ജീവിതത്തിലെ ഐക്യവും സന്തോഷവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഫിസിക്കലി മെൻ്റലി അറ്റാച്ച്മെൻ്റ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡീപ്പ് ഇമോഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. സ്ട്രെങ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ബിസിനസ്സിലാകാം, കൂട്ടുകാരുടെ ഇടയിലാകാം, ലവ് എനർജിയിലാകാം, ഫാമിലിയിലാകാം. ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹാർട്ട് തകർന്നിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത വണ്ണം നെഗറ്റീവിലൂടെ കടന്നു പോകുന്നു. എവിടെ ചെന്നിരുന്നാലും നോ എന്നുള്ള വാക്കുകളല്ലാണ്ട് മറ്റൊന്നും തന്നെയില്ല. ഫ്യൂച്ചർ എന്തായി തീരുമെന്നുള്ള ആ ഉത്കണ്ഠയോടുകൂടി ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി യാതൊരു ആക്ഷൻ എടുക്കാനും സാധിക്കാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, നിങ്ങൾ ഈ ഒരു വേദന ഇപ്പോൾ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു വേദന, 3 ഓഫ് സോഡിൻ്റെ എനർജിയിലുള്ള വേദന, ആ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പെയിൻ സിറ്റുവേഷനും എല്ലാ ചലഞ്ചസിനും ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹിഡനായിരുന്ന പല കാര്യങ്ങളും റിവീലാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റുള്ളവർ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തലയ്ക്ക് സുഖമില്ലാത്ത വ്യക്തികളെന്ന് വേറെ മുദ്രകുത്തി മാറ്റി നിർത്തിയിട്ടുള്ള സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരും സഹായിക്കാനില്ലാതെ രാത്രി മുഴുവനും ഇരുന്ന് നേരം വെളുപ്പിച്ച അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം എൻ്റെ വ്യൂസ് വെളിയിൽ വരാൻ പോകുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലക്ക് ടൈമാണ് ഇത് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒരു പെയിൻ സിറ്റുവേഷൻ. ആ പെയിനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വേറെ സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക. ഓക്കെ, ഞാനും കുറേ പറഞ്ഞിട്ടുണ്ട്, ഞാനും കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, നീ എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? ദുഃഖം അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളിൽ തന്നെ നിക്ഷിപ്തമായ ഒന്നിനെ നമ്മൾ മറ്റൊന്നിനോട് പഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കുണ്ടായ ദുഃഖത്തിന് കാരണം നമ്മൾ തന്നെയാണ്. നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ്. നമുക്കുണ്ടാകുന്ന വേദനയുടെയും വിജയത്തിൻ്റെയും കാരണം നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പ്രോഗ്രസ് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ പുറമേ ഒന്നും അന്വേഷിച്ച് പോകണ്ട. നമുക്ക് വഴികളെല്ലാം തെളിഞ്ഞു വരുമെന്നേ. എനിക്ക് ഒരു വഴിയുമില്ല, എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്ര അടഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഹാർട്ട് ചക്ര അടഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകണമെങ്കിൽ യൂണിവേഴ്സൽ കണക്ഷൻ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വഴികൾ തനിയെ തുറന്നു വരും. ഓക്കെ, അപ്പം എന്തായാലും എൻ്റെ വ്യൂസ് വിഷമിക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ, അതിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഓക്കെ, ഒരിക്കലും
ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ അതും ഇതും ചെയ്തത് കൊണ്ട് വന്ന് ചേരത്തില്ല. നമ്മൾ അതും ഇതും ചെയ്യുന്നത് എന്തിനാണ്? നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം. ഓക്കെ, നമുക്കൊരു ബിലീവ് സിസ്റ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതും ഇതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ശരിക്കും എന്താണ്, നിങ്ങൾക്കിപ്പോൾ ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങളിവിടെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ കഴിയില്ല. അപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആകുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റിൽ നല്ല രീതിയിൽ എൻട്രൻസ് പഠിക്കുകയും എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയും അത് പഠിച്ച് അത് കൃത്യമായി എഴുതി വിജയിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് നല്ല രീതിയിൽ പ്രാക്ടീസും ചെയ്ത് എഫേർട്ട് ഇട്ട് ഉറക്കം ഒഴിഞ്ഞ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ഡോക്ടർ ഫ്യൂച്ചറിലാകുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്മ ലൈഫിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഫ്യൂച്ചർ നന്നാകണമെങ്കിൽ പ്രസൻറ്റ് നിങ്ങൾ ശരിയാക്കുക. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് നല്ലതുപോലെ വേണം. ഓക്കെ, നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ പാർട്ട്ണറുമായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രസൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പാർട്ട്ണറുമായിട്ട് നെഗറ്റീവ് സംസാരങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ, അവൻ്റെ കൂടെ ഇങ്ങനെ പോയിരുന്നു, അവരുടെ ജീവിതം എന്നും നാശം തന്നെ. നമ്മളിവിടെ വിതയ്ക്കുന്ന വിത്തുകൾ ഏതാണ്? നമുക്ക് സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. നമുക്ക് പറയാനുള്ളത് കുറേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, ഇതിങ്ങനെ ആയിരുന്നു, അത് അവളെ അങ്ങനെ ചതിക്കുകയായിരുന്നു. അപ്പം ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ഡയലോഗ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നതായിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ്, ഭർത്താവ് ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചർച്ചകളാണ് നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ എത്രയോ നല്ല കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ ജീവിതം അങ്ങനെയാക്കണം, നമുക്ക് വീട് ഇങ്ങനെ ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പേരിടണം എന്നൊക്കെയാണ് നിങ്ങളുടെ സംസാരമെങ്കിൽ ഫ്യൂച്ചർ നല്ലതായിട്ട് തീരും. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് വല്ലവൻ്റെയും നെഗറ്റിവിറ്റിയാണ് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്ന വിത്തെന്ന് പറയുന്നത് നെഗറ്റീവ് വിത്തുകളാണ്. അത് മുളച്ച്, അത് നൂറുമേനി മുളച്ച് നിങ്ങൾക്ക് തന്നെ ഫലം കായ്ക്കുന്ന വിത്തുകളാണ് നിങ്ങൾ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെന്നല്ല ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള സിറ്റുവേഷൻ, വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആകാശിക് റെക്കോർഡിംഗ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ആകാശിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള റെക്കോർഡ് പോലെ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ചിന്തകളും എല്ലാം വിശാലമായിട്ടുള്ള ആകാശത്തിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നും ചുമ്മാതല്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, ഞാൻ അവനെ വേദനിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, ഒരു തമാശ പറഞ്ഞതാണ്. പക്ഷേ യൂണിവേഴ്സിൽ ഒരു തമാശയും ഇല്ല, അതെല്ലാം റെക്കോർഡിക്കലാണ്. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അതിനുള്ള പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മുടെ ഒരു വാക്കുകൾ പോലും അത് തന്നെയാണ്. നമ്മൾ അച്ഛനും അമ്മമാരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അച്ഛനും അമ്മയും ആകുന്ന സമയത്ത് അതേ വേദനകൾ നമ്മളെ കാത്തിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ ഇരട്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മ അത് നമുക്ക് ലഭിക്കുന്നു. എന്തായാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ അംഗീകരിക്കുകയാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല രീതിയിൽ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പം തെറ്റ് ചെയ്തതിനെ അംഗീകരിച്ചത് തിരുത്തുന്നതിലാണ് കാര്യം. ഇല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ല. അവർ ആ നെഗറ്റീവിൽ തന്നെ ആയിരിക്കും അവരുടെ അവസാനവും. ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നതാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ അംഗീകരിച്ച് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മുടെ വീല് നമുക്ക് അനുകൂലമായി കറങ്ങാൻ തുടങ്ങുന്നതെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വ്യൂസിന് നല്ലൊരു സമയം വരുന്നുണ്ട്. അനുഭവിച്ച അനുഭവങ്ങൾക്കെല്ലാം നല്ലൊരു സമയം. ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് കാര്യത്തിനും ഒരു പ്രകാശത്തിനായി കാത്തിരിക്കുക. പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ നല്ലതാകണമെന്നില്ല. ഓക്കെ, ഇതുപോലെ കണ്ണടച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും സംസാരങ്ങളുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എന്നും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ചിന്തകളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണടച്ച് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു ബ്ലെസ്സിങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുവാൻ, നല്ല കർമ്മ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് വരും. അല്ലാതെ വെയിറ്റ് ചെയ്ത് ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എന്താണോ ആവശ്യമുള്ളത്
അത് നിങ്ങൾ അന്വേഷിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുക്കണം. അത് നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കണമെന്നല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദൂരത്തേക്കുള്ള ഇപ്പം ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരാളിനെ നമുക്ക് സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനോ നമുക്കൊരു പക്ഷേ സാധിച്ചെന്നിരിക്കത്തില്ല. നമ്മൾ ഫോണിലൂടെ ആയിരിക്കും ബന്ധപ്പെടുന്നത്. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും അകത്തുള്ളത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ വൃക്ഷങ്ങൾ, നമ്മുടെ കിളികൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകും. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി. നിങ്ങൾക്ക് അത് അപ്പോഴേ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങളുടെ കൺമുമ്പിലൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ വണ്ടിയുടെ ഒരു വലിയൊരു നിര തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് വരും. നിങ്ങളൊന്ന് ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ വരുന്നത് മൊത്തം ജിമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഇല്ലേ, സ്പിരിച്വലായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉടനെ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കൊടുക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് നല്ല അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുന്ന വ്യക്തികൾക്ക്, ഭിക്ഷക്കാർക്കൊന്നും കൊടുക്കരുത് കേട്ടോ. കാരണം ഭിക്ഷക്കാർ അവർ അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കുന്നവർക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഉയർച്ച വരണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ ജോലിക്കാരുണ്ടല്ലോ, എന്തെങ്കിലും സഹായം കൊടുക്കുക. ഗിഫ്റ്റാണ്, അതിന് നമ്മൾ ഭിക്ഷ എന്നല്ല വാക്ക് പറയേണ്ടത്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിരിക്കും. റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ മക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് ഒക്കെ നിങ്ങൾ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും റിലേഷൻ നിങ്ങളിലേക്കും കടന്നു വരും. ഓക്കെ, അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നൽകുക. ഓക്കെ, അത് ഇന്ന വ്യക്തിക്ക് തന്നെ നൽകണമെന്നില്ല, ആർക്കെങ്കിലും കൊടുത്തിരുന്നാൽ മതി. യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തരും. തുറന്ന മനസ്സോടുകൂടി കൊടുക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും പുതിയ വഴികളുടെയും പുതിയ ബ്ലെസ്സിങ്ങിൻ്റെയും ഒക്കെ ടൈം ആയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്ങിനുള്ള ടൈം വരുന്നു, അത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.